രണ്ട് ബറാഅത്തുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് കാവലുകൾ, രണ്ട് സംരക്ഷണങ്ങൾ. അതിൽ ഒന്ന് ബറാഅത്തും മിനന്നാർ, കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്നുള്ള രക്ഷയാണ്. നാളെ മഹ്ശറാ വൻസഭയിൽ നരകത്തെ കൊണ്ടുവരുന്നൊരു രംഗം മുത്തുനബി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നാളെ നരകത്തെ മഹ്ശറിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരും. 70,000 വട്ടക്കണ്ണികൾ ഉണ്ടാകും നരകത്തിന് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ 70,000 വട്ടക്കണ്ണികൾ? ഓരോ വട്ടക്കണ്ണികളിലും, അതായത് നരകത്തെ പിടിച്ചു വലിക്കാനുള്ള പിടികൾ, ആ പിടികളിൽ ഓരോന്നിലും 70,000 മലക്കുകൾ വീതം പിടിച്ചിട്ടുണ്ടാകും. ആ ഓരോ മലക്കുകളുടെയും വീതി വിസ്താരം, അവരുടെ വണ്ണവും വലിപ്പവും പറയുന്നത് ആകാശഭൂമികളെ നിറയ്ക്കുന്നത്ര ഉണ്ടാകുന്ന. നോക്കുങ്ങൾ, അപ്പോൾ ആ നരകത്തിന്റെ വലിപ്പം എത്രയുണ്ടാകും എന്നാൽ മനസ്സിലാക്കണേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്നെ ഹദീസിൽ കാണാം, ഈ നരകത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നരകത്തെ നിറച്ചു കൊടുക്കാമെന്ന്. നരകത്തെ അള്ളാഹു നിറച്ചു കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാഗ്ദാനം പൂർത്തിയാക്കും. ആ നരകത്തിലേക്ക് കടക്കുന്ന വിറകുകൊള്ളികളായി മനുഷ്യരെയും കല്ലുകളെയും അള്ളാഹു തെരഞ്ഞെടുക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ദിക്റുകൾ ചൊല്ലുന്ന നാവുകളുണ്ട് എങ്കിൽ, ഒരുപാട് തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളും തക്ബീറുകളും ഒക്കെ ചൊല്ലുന്ന, ഹൗഖല ചൊല്ലുന്ന നാവുകളുണ്ട് എങ്കിൽ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം അയാൾക്ക് എഴുതപ്പെടുന്നതാണ്. വ ബറാഅത്തും മിനൻ നിഫാഖ്, അയാളുടെ മനസ്സിൽ കാപഢ്യം വരുന്നതിന് തൊട്ടും ഹൃദയത്തിൽ കപടവിശ്വാസം വരുന്നതിന് തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കുന്നതാണ്. നോക്കുക, മുനാഫിഖാകുക. കാരണം നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ വസിക്കേണ്ട ഒരു വിഭാഗമാണ് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. പുറമേ ഞാൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞു നടക്കും, പുറമേ ഞാൻ ഹജ്ജ് ചെയ്തവനാണ്, വലിയ ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്, അതുപോലെ തന്നെ വലിയ വഅദ് പറയുന്നവനാണ്, അല്ലെങ്കിൽ എങ്ങനെ സാമൂഹിക പ്രവർത്തനം, ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിട്ട് നിൽക്കുന്നവനാണ്. എന്നാൽ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വിശ്വാസത്തിന്റെ കണിക പോലും തൊട്ടു തീണ്ടിയിട്ടില്ല എങ്കിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ റബ്ബിലേക്കുള്ള അടുപ്പമില്ലാത്തവനാണ് എങ്കിൽ